നമസ്കാരം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് സൺഡേ നടന്നിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ചെയ്യാന്നുള്ള കണ്ടീഷനിലാണ് ആ ഒരു എപ്പിസോഡ് മുഴുവൻ കണ്ടു തീർത്ത്. പക്ഷേ ലാലേട്ടൻ മറ്റേ സിനിമയെ പറഞ്ഞ പോലെ ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചു വരുന്നു പറഞ്ഞാൽ 6 വർഷം കാത്തിരുന്ന് ബിഗ് ബോസിലേക്ക് അത്രയും ബുദ്ധിമുട്ടി കയറിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻ ഫോളോയിങ്ങും കുറച്ച് മാസും അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് ടോപ്പ് 5 വന്ന് നിൽക്കാൻ സാധ്യതയുള്ളത് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള റോക്കി പ്രൊമോ എന്നാണ് മനസ്സിലായത്. റോക്കി മുഖത്തിടിച്ചു, റോക്കി പുറത്തായി എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഒരുവിധം എല്ലാവരും പറയുന്നത്. അതായത് സിജോനായിട്ടുള്ള ഇഷ്യൂ കേട്ടോ. സീരിയസ്ലി ഇത് ഞാൻ മനസ്സിൽ തന്നെ വിചാരിച്ച കാരണം എന്താ അറിയോ, 2 ദിവസം മുന്നേ ഗബ്രീനോട് ഇവൻ പോയി ചെയ്യുന്ന ഇവൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. ചില കേസിൽ നമ്മൾ ഒറ്റബുദ്ധി എന്ന് പറയും. ഒറ്റബുദ്ധി പറഞ്ഞാൽ തന്നെ ഏത് രീതിയിൽ അവർ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതിന് ഒറ്റബുദ്ധി തോന്നുന്നുണ്ട് കേട്ടോ. ഏത് രീതിയിൽ അവർ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ഈഗോ ഉണ്ട്. തന്നെക്കാളും മുകളിൽ ഒരാൾ പോകുകയെന്ന് കാണുന്ന സമയത്തൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇതിനെ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് റോക്കിനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരു പക്ഷേ റോക്കി വന്ന സമയത്ത് റോക്കി അസി എന്ന് പറഞ്ഞു. അസി എന്ന പേര് റോക്കി എന്ന പേര് അറിയില്ല. ഞാൻ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് അസി, അല്ലാത്ത സമയത്ത് റോക്കി എന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടാണ് ഈ ചങ്ങാതിയിലേക്ക് വരുന്നത് തന്നെ. ഇടിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നു. അതായത് ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൺട്രോൾ കളയാതിരിക്കുക. ഇതാണ് ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിൽ ചെയ്യേണ്ടത്. അവിടെ റോക്കി ഫെയിലാവുന്നുള്ള കാര്യം ഷുവർ തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഏകദേശം ഒരു അടീൻ്റെ വക്കത്താണ് ആ ഒരു ഗബ്രീനായിട്ടുള്ള ഇഷ്യൂലെത്തി. ഗബ്രി അത്യാവശ്യം നല്ല രീതിയിൽ ഗബ്രീൻ ജസ്മിനും കൂടി രണ്ടാളും പ്രൊവോക്ക് ചെയ്ത്. ഞാൻ അന്ന് തന്നെ വിചാരിച്ചപ്പം പോയി അവിടെ അടിക്കുന്ന ഇപ്പുറത്ത് അടിക്കുമെന്നുള്ളത്. പിന്നെ ഒരു അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് ഒരു ഗെയിം ഷോ ആണ്. ഇതിൽ ഗെയിം കളിക്കാനാണ് വരുന്നത്, അല്ലാണ്ട് മറ്റുള്ളവൻ്റെ മോന്തടിച്ച് തെറിപ്പിക്കാനല്ലല്ലോ. സിജോനായിട്ട് ഈ ഒരു പ്രശ്നം, സിജോനായിട്ട് ഇവർ തമ്മിൽ നല്ല കണക്ഷനായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇവർ തമ്മിൽ ശരിയാണ് നല്ല രീതിയിൽ സെറ്റായി പോകാൻ ചാൻസ് ഉണ്ടോ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ എന്നാലും അവർ തമ്മിൽ അടിയുണ്ടായിരുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറപ്പാണ്. കാരണം വെച്ചാൽ സിജോ സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ സിജോൻ്റെ ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് സിജോൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് കാണുന്നുണ്ട്. സിജോൻ്റെ ഒരു പഴയ പ്രശ്നം ഉണ്ടല്ലോ, മറ്റേ ആ ദയാച്ചുനായിട്ടുള്ള പ്രശ്നം. അതേപോലെ സിജോ ആരൊക്കെ ആയിട്ടാണോ ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാവുന്നുണ്ടോ, ഇവരൊക്കെ ഭയങ്കര രീതിയിൽ പ്രൊവോക്കിംഗ് രീതിയിലാണ് സിജോൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ ഈ എതിരെ നിൽക്കുന്ന വ്യക്തി. നമുക്കൊന്നും യാതൊരു ദേഷ്യവും സിജോനായിട്ടില്ല. സിജോയുടെ ആശയങ്ങളോട് ഏറ്റവും കൂടുതൽ യോജിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. കാരണം നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്തൊക്കെ സിജോ ആ രീതിയിലാണ് സിജോൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. നമ്മൾ അതിനൊക്കെ യോജിക്കാറുണ്ട് കേട്ടോ. പക്ഷേ സിജോ ഈ ആശയപരമായിട്ട് എതിർക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് അല്ല, ഭയങ്കരമായിട്ട് പ്രൊവോക്കിംഗ് രീതിയിലാണ് സിജോയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് വരിക. സിജോ കുറച്ച് കൂളായിട്ട് ചൊറിയ മാക്സിമം അവർ ഉള്ളിലുള്ള സാധനം അടിച്ച് പുറത്തേക്ക് എടുക്കുന്ന രീതിയിലാണ് സിജോനെ കംപ്ലീറ്റ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട സിജോ, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പരസ്പരം ഞങ്ങൾ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുകയും ചെയ്യും, സിജോ അതിനുള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ടെമ്പറമെൻറ്റ് തെറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ട്, അവൻ സിജോനെതിരെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സിജോ അവനെ പിടിച്ച് പുറത്തേക്ക് കളഞ്ഞിരിക്കും എന്നാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. അത് ഇവൻ ഇടിച്ചു പോയി എന്നുള്ളത് പറയാന്ന് വെച്ചാൽ ഈ പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് ദേഹത്ത് തൊടുക, അങ്ങനെ പുറത്ത് സിജോ തൊടുന്ന സമയത്ത് ഒരിക്കലും ഫിസിക്കൽ അസോൾട്ട് ആവില്ല അല്ലേ. തൊടുന്ന സമയത്ത് ഒരിക്കലും അസോൾട്ട് ആവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊടുന്ന സമയത്ത് ഇവൻ ആണാണെങ്കിൽ ഞാൻ അടിക്കും, ആണാണെങ്കിൽ ഞാൻ ഇത് ചെയ്യും, ആണാണെങ്കിൽ ഇത് ചെയ്യും എന്നിട്ട് കംപ്ലീറ്റ് മാസ് ഡയലോഗുകൾ അടിക്കുന്നൊരു വ്യക്തിയാണ് പൊതുവേ ഇവൻ റോക്കി ഈ ഒരു ബിഗ് ബോസിൽ ഇട്ടോ. അപ്പോൾ അത് സംഭവിച്ചു, തൊട്ടു, അടിച്ചു. പക്ഷെ അടിച്ചടി കൊണ്ടത് സംഭവം കണ്ടില്ല, ഇവ അങ്ങനെ മുഖത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ടു. ആ സമയത്ത് ജിൻഡോനാണ് കാണിക്കുന്നത്. പ്രൊമോ കണ്ടവർക്ക് അറിയാം. എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ടീമൊക്കെ പോകുന്നതന്നെ. കാരണം എന്താ വെച്ചാൽ വെറുതെ ഈ എന്താ പറയുക ഫിസിക്കൽ അസോൾട്ട് ഒരിക്കലും ഇങ്ങനെ അടിക്കും എന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് അടിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ ബിഗ് ബോസിൽ ശരിയാവില്ല. പിന്നെ ബിഗ് ബോസ് ആയതുകൊണ്ടാണ് കുറ്റങ്ങൾ. ഞാൻ എപ്പോഴും പറയും ബിഗ് ബോസ് എന്ന സീസൺ അതുപോലത്തെ ഒരു ഗെയിം ഷോ ആയതുകൊണ്ടാണ് കുറ്റങ്ങൾ ഇങ്ങനെ അടിക്കുന്നു നടക്കുന്നത്. പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കുക ഇപ്പത്തല്ലെന്ന് പറഞ്ഞ് നടക്കില്ലല്ലോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ലാലേട്ടനൊരു കാര്യം പറഞ്ഞു, റോക്കി അടിക്കുന്നുണ്ടെങ്കിൽ അടിക്കും ഒന്ന്. രണ്ടാമത്തെ കേസ് 2 പേര് തല്ലുകൊടുന്ന സമയത്തായിരുന്നു നടുക്കാരും പോയിക്കണ്ട്, അവരും തല്ലി തീർത്തോട്ടെ എന്ന്. പക്ഷേ ചിലപ്പോൾ ആ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇവരെല്ലാവരും ഓടി വരുന്ന സിറ്റുവേഷൻ കണ്ടു. എന്താണെന്നുണ്ടെങ്കിലും ഏറ്റവും കിട്ടിയ ന്യൂസ് പ്രകാരം റോക്കി പോയി എന്നുള്ളതാണ്. ഇനി റോക്കി പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ എന്താ സിറ്റുവേഷൻ എന്നുള്ളത് അറിയില്ല കേട്ടോ. നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവുന്ന സമയത്ത് മറ്റൊരു മത്സരാർത്ഥിനെ എല്ലാവരും പുറത്താക്കാനാണ് നോക്കുന്നല്ലോ. അപ്പോൾ പുറത്താക്കാൻ നോക്കുന്ന സമയത്ത് എന്ത് വന്നാലും റോക്കിനെ പുറത്താക്കാനേ ചാൻസ് ഉള്ളൂ. പക്ഷേ ബിഗ് ബോസ് ആണ്, നമുക്കറിയില്ല. പക്ഷേ കുറച്ച് ആൾക്കാർ നാദിരയുടെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. പുറത്ത് പോയി തന്നെ പറഞ്ഞേക്കുന്നത്. അതൊന്ന് സീക്രട്ട് റൂമിലേക്ക് മാറ്റി ശിക്ഷകൾ കൊടുക്കുമോ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്ന അറിയില്ല. പക്ഷേ ഇതുവരെയുള്ള ബിഗ് ബോസിൻ്റെ ചരിത്രപ്രകാരം കണ്ടിടത്തോളം അടിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട് ഇസ് ലൈക്ക് ടാറ്റ ബൈ തന്നെയാണ്. അല്ല, അങ്ങനത്തെ ആൾക്കാർ പോകുന്നതല്ല. കാരണം വെച്ചാൽ നമുക്ക് അത് ശരിയുള്ള കാര്യമല്ല. ഒരാളെ മാൻ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട് ഒരാളെ ചെയ്യാന്ന്
ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആരെന്ത് മാസമാണെന്നുണ്ടെങ്കിലും റോക്കിനെ ഇഷ്ടമായിരുന്നു. പേഴ്സണലി വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റോക്കി അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് മാസമായിട്ട് ആൾക്കാരോട് കാര്യങ്ങൾ മുഖത്തൂക്കി വെട്ടി തുറന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു റോക്കി. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരു പോളിഷ് ചെയ്ത് പറയുക, മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ പറയുക, ആ ഒരു പരിപാടി റോക്കിക്കില്ല. കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തുറന്ന് പറഞ്ഞിരുന്നു. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ജാസ്മിൻ ജാഫർ ഈ ഒരു ജബ്രി കോംബോ ഒക്കെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും സിജോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും സിജോൻ ഈ ഇരട്ടത്താപ്പ് പരിപാടിയും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്തൊക്കെ മുഖത്ത് നോക്കി പറയണം, അല്ലാണ്ട് അവിടെയും ഇവിടെയും പോയി പറയല്ല. ആ പറയുന്നതിൽ ഇവൻ ലാലേട്ടൻ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും റോക്കിക്ക് യാതൊരു മടി ഉണ്ടായിരുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഭയങ്കര എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 കുറച്ചൊരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ടോപ്പിക്ക് എത്തണം, കുറച്ച് കാലം കൂടി അവിടെ നിൽക്കണം എന്നൊരു കണ്ടസ്റ്റൻ്റ് നമുക്ക് മനസ്സിൽ തോന്നിയൊരു വ്യക്തിയാണ് ഈ ചങ്ങാതി റോക്കി. അപ്പോൾ അൺഫോർച്ചുനേറ്റ് ആണ്, വിഷമമുണ്ട്. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ അതിന് മുന്നേ സീസണിലൊക്കെ പല ആൾക്കാർ ഔട്ടായി പോയ സമയത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ റോബിൻ പോയി, അതിന് രജിസ്റ്റർ പോയി, ഇവരൊക്കെ പോകുന്ന സമയത്തൊന്നും തോന്നിയിട്ടില്ല. ആ ഒരു വിഷമം തോന്നുന്ന സിറ്റുവേഷനും ആയിട്ടില്ല. ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഈ ചങ്ങാതിനായിട്ട് തോന്നുന്നില്ല. അങ്ങനെയല്ല, പക്ഷെ എന്നാലും ഒരു ആസ് എ ഗെയിമർ, അല്ലാണ്ട് റോബിൻ പോയപ്പോൾ സമയത്ത് വിഷമിച്ച പോലെ അല്ലെങ്കിൽ രജിസ്റ്റർ പോയപ്പോൾ വിഷമിച്ച പോലെ ഈ ഒരു ഫിസിക്കൽ അസോൾട്ടിന് അവർ പുറത്ത് പോയപ്പോൾ വിഷമിച്ച പോലുള്ളൊരു വിഷമമൊന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ് ചങ്ങാതിയാണ്. വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള അപ്ഡേറ്റ്സ് വരുമ്പോൾ തരാം. ഒന്നത്. രണ്ടാമത് ഇപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ റൗണ്ടപ്പ് കംപ്ലീറ്റ് പറയുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. സുരേഷ് പോകേണ്ട ആളായിരുന്നു. അത് എന്തോ അയാൾ പോകാൻ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൊടുത്തു വിടുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഇന്നിപ്പോൾ എപ്പിസോഡിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കേസ് എന്താണെന്ന് വെച്ചാൽ ഈ ജാസ്മിൻ മറ്റേ ജബ്രി കോംബോനെ ലാലേട്ടൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി നോക്കുന്ന സിറ്റുവേഷൻ തോന്നിയില്ല. ജാസ്മിനെ അതെ ഗബ്രീനെ അപ്പോൾ അതിന് ഒരുപാട് പേര് എന്താ വെച്ചാൽ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു. ലാലേട്ടൻ അവരോട് ദേഷ്യപ്പെട്ടു, ഒരു താല്പര്യമില്ലാത്ത പോലെ തോന്നിയത്. പക്ഷെ ഞാനതിനെ വേറെ രീതിയിലാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ജാസ്മിനും ഗബ്രിക്കും രണ്ടുപേർക്കും കുറച്ച് ഫേവർ ചെയ്തത്, ജാസ്മിൻ എസ്പെഷ്യലി കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഫേവർ ചെയ്ത പോലെയാണ് ഇപ്പോൾ സിറ്റുവേഷനിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി നമ്മൾ പ്രതീക്ഷ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ജാസ്മിനോട് ഇട്ട് ചവിട്ടും. ജാസ്മിനെ വല്ലാണ്ട് ദ്രോഹിക്കും, ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്തൊക്കെ ലാലേട്ടൻ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിലും ജാസ്മിനെ വളരെ ചവിട്ടിത്താത്തി സംസാരിക്കും. ഡെഫിനറ്റ്ലി സംസാരിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും, പ്രേക്ഷകർക്ക് ഒരു സഹതാപത്തിൻ്റെ സംഗതി തിരിച്ചു വരും. ദാറ്റ് വിൽ ഹെൽപ്പ് ജാസ്മിൻ ടു കം ബാക്ക് ടു ദ ഷോ. അതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ജാസ്മിനെ തിരിച്ച ഷോയിലേക്ക് വരാനുള്ള ഒരു സെറ്റപ്പ് അവിടെ ഒരുക്കി കൊടുക്കാമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഗബ്രീനെ അതിനൊരു സിറ്റുവേഷൻ പോലെ തോന്നി. ഗബ്രീന് അത്ര ഇല്ലെങ്കിലും ജാസ്മിൻ എന്ത് വന്നാലും അവിടെ ഒരു ഫേവറിസം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്ന് കാണിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ സിറ്റുവേഷൻ മുഴുവൻ അറിയാലോ. അപ്പോൾ അത് നേരെ തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ജാസ്മിനെ സ്വാഭാവികമായിട്ടും ചീത്ത പറയാത്ത സിറ്റുവേഷനിൽ ജാസ്മിനെ ഇങ്ങനെ തലോടി പൊക്കിക്കൊണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് സംസാരിക്കും. ഓക്കെ, എന്താ പറയാന്ന് വെച്ചാൽ ഇന്ന് ബിഗ് ബോസിൻ്റെ ആ ഒരു എപ്പിസോഡിൻ്റെ ഇൻട്രോ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞു ബിഗ് ബോസിന് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് നടത്തിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് ആ ഇൻട്രോ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജാസ്മിനെ ഇന്നിപ്പോൾ ചീത്ത പറഞ്ഞതും ഗബ്രീനെ ചീത്ത പറഞ്ഞതും ലൈക്കും ഡിസ്ലൈക്കും വെച്ചതും ഒക്കെ. പക്ഷേ അതിൽ ആ ലൈക്കും ഡിസ്ലൈക്കും വരുന്ന സമയത്തൊക്കെ ഗബ്രി എണീറ്റ് പറയുന്ന സമയത്തൊക്കെ ലാലേട്ടൻ്റെ മുഖം മാറിയാണ്. അതിന് നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ നമ്മളത്ര പൊട്ടന്മാരൊന്നല്ല. കാരണം എന്താ വെച്ചാൽ അത് ഈ ജാസ്മിനോടോ ഗബ്രീനോടോ ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല. സംഭവം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഒരാഴ്ച 2 ആഴ്ച അവരോട് കുറച്ച് ദേഷ്യം കാണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സഹതാപ വോട്ടുകൾ കയറുന്നു. ജാസ്മിൻ സഹതാപം കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഗബ്രി അവിടെ നിൽക്കുന്നു. പിന്നെ ഇപ്പോൾ ഇവർക്കൊരു ചലഞ്ച് പോസ് ചെയ്ത് നിന്നൊരു വ്യക്തിയാണ് റോക്കി. ഓക്കെ, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് റോക്കി പോകുന്നതോടുകൂടി ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഡെഫിനറ്റ്ലി അവരവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഗബ്രിയും ജാസ്മിനും ആയിരിക്കും. അവരുടെ ലവ് കോംബോ ഇപ്പോൾ സംഗതി ക്ലിയറായി, അവരുടെ റൂട്ടും ക്ലിയറായി, റോക്കിയും പോയി. ഇനിയിപ്പോൾ ആരപ്പോഴുള്ളത് ഒരു വൈൽഡ് കാർഡ് നല്ല രീതിയിൽ കയറേണ്ടി വരുമെന്ന് വിചാരിക്കുക അല്ലേ. അല്ലാതെ അപ്പോൾ അവർക്കൊരു ത്രെട്ട് ഉണ്ടാക്കാനും. ഇപ്പോൾ അപ്സരയൊക്കെ നല്ല ഗെയിമറാണ് കേട്ടോ, അപ്സര നല്ല ഗെയിമറാണ്. പിന്നെ ഇപ്പോൾ അവിടെ ജാൻമണി അങ്ങനെ ഒരു ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല. ഋഷി ഒരു നോർമൽ പോക്ക് പോകുന്നു. അർജുൻ അങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ടില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഈ കഴിഞ്ഞ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചാൽ റോക്കിക്ക് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ റോക്കിനെ പറ്റി നല്ലൊരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സപ്പോർട്ടും പരിപാടിയും കാര്യങ്ങളായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് റോക്കിക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇറ്റ് റിയലി ഫീൽസ് ബാഡ്. വോട്ട് എവർ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. റോക്കി പോകുന്ന തന്നെ വിചാരിക്കുന്നു, പോയി തന്നെ ഇവർ അറിഞ്ഞത്. ഇനി പോയിട്ടില്ല, എന്തെങ്കിലും കളി കളിച്ച് അങ്ങോട്ടും കൊണ്ടൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം കാണാം. അപ്പം നമുക്ക് അതിനോട് ഡെഫിനറ്റ്ലി വിമർശിക്കാം. 100% റോക്കി കാണിച്ചത് വളരെ മോശമായ കാര്യമാണ്. ഹി ഹാസ് ടു ഗോ ഔട്ട്. വെരി സിമ്പിൾ. ഒരാളെ മാൻ ഹാൻഡിൽ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പുറത്തു പോക്ക് മാത്രമല്ല, അടി കൊണ്ടിട്ട് സിജോ മുഖം പിടിക്കുന്നുണ്ട്. സിജോ അങ്ങനെ മുഖം പൊത്തിയിട്ട് സിജിനും അത്യാവശ്യം എന്താ പറയുക പരിക്ക് പറ്റുന്ന സിറ്റുവേഷൻ ആണെന്നെങ്കിൽ പോലീസ് കേസ് വരെ വരണം. ഞാൻ അതിൻ്റെ ആളാണ്. അല്ലാണ്ട് നമ്മൾ ഈ കാരണം മാതിരി ബ്ലൈൻഡായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ആരും കാണിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ റോബിൻ അങ്ങനെ തോണ്ടിയിട്ടുള്ള റിയാസിന് അതുപോലെ ആണെന്ന് തോന്നുന്നില്ല. ഇപ്പം മുഖം പൊത്തി പിടിച്ച് കണ്ടു. വാട്ട് എവർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കംപ്ലീറ്റ് വീഡിയോ. വേറെ പിന്നെ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കാര്യങ്ങളൊന്നും പറയാനില്ല. സുരേഷ് പോയി, വേറൊന്നുമില്ല. അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. അപ്പോൾ റോക്കി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നെക്സ്റ്റ് ഒരു വൈൽഡ് കാർഡ് മിക്കവാറും അധികം വൈകാതെ തന്നെ ഉണ്ടാവണം. അതൊരു സ്ട്രോങ് വൈൽഡ് കാർഡ് ആവണം. അത് ഈ ഊച്ചാളികളൊന്നും വരാതിരിക്കുക.
കാരണം വെച്ചാൽ ഇനി രസം ഉണ്ടാവില്ല ഷോ. ഇനി എന്തായാലും ഉള്ളിൽ ഉണ്ടാവുക എനിക്ക് തോന്നുന്നില്ല. ഒരു നേർക്ക് നേരെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ, ഇപ്പോൾ ജാസ്മിൻ ഒരു നേർക്ക് നേരെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഡെഫിനറ്റ്ലി. അല്ലാതെ ഒരു ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് തോന്നുന്നില്ല. ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ജാസ്മിനെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ റോക്കി ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളായിരുന്നു എല്ലാവരോടും. അൺഫോർച്ചുനേറ്റ്ലി റോക്കി പോയി. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. റോക്കി പോയത് എന്തായി, ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ എതിർക്കുന്നുണ്ടോ, എന്താ സ്ഥിതി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും.